അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് മുസ്ലിഹുദ്ദീന് തൻ്റെ തെറ്റ് മനസ്സിലായി തൻ്റെ ഈ ശാഠ്യമാണ് ഉമ്മയെ ഇത്ര ദുഃഖത്തിലെത്തിച്ചത് എന്ന ഭാഗം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇന്ന് ലേക്കിൻ തേർ തോ കമാൻ സെ നിക്കൽ ഹി ചുക്കാത്ത. തേർ എന്ന് പറഞ്ഞാൽ അമ്പ്, കമാൻ എന്ന് പറഞ്ഞാൽ വില്ല്. ലേക്കിൻ തേർ തോ അമ്പ് കമാൻസെ വില്ലിൽ നിന്ന് നിക്കൽഹി ചുക്കാത്ത പുറത്തു പോയിരുന്നു. അമ്പ് വില്ലിൽ നിന്ന് പുറത്തു പോയി എന്ന് പറഞ്ഞാൽ ഒരു ഫിഗറേറ്റീവായി പറഞ്ഞതാണ്. അതായത് അമ്പ് വില്ലിൽ നിന്ന് പുറത്തു പോയി എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ്. അമ്പ് വില്ലിൽ നിന്ന് പുറത്തു പോയിരുന്നു. അബ് വോ സിവായെ പച്താവേക്കെ കർബി കിയാ സത്താത്ത. ഇപ്പോൾ അവൻ വളരെ പശ്ചാത്തപിച്ചു കൊണ്ടിരിക്കുകയാണ്. പച്ചിത്താന എന്ന് പറഞ്ഞാൽ പശ്ചാത്തപിക്കുക. ഈ വാക്ക് നോക്കിയിട്ട് ചെയ്യുക, പച്ചിത്താന, പശ്ചാത്തപിക്കുക. ഇപ്പോൾ അവൻ വളരെ പശ്ചാത്തപിച്ചു കൊണ്ടിരിക്കുന്നു. മുസ്ലിഹുദ്ദീൻ കാ സാരാ ദിൻ ഉസി ഉൽജിൻമേം ഗുസറ. മുസ്ലിഹുദ്ദീൻ്റെ എല്ലാ ദിവസങ്ങളും ഉസി ഉൽജിൻമേം, ഈ ഒരു പ്രതിസന്ധിയിൽ ഗുസറ, കഴിഞ്ഞു പോയി. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഉൽജിൻ എന്ന് പറഞ്ഞാൽ ഉൽജിൻ എന്ന് പറഞ്ഞാൽ പ്രതിസന്ധി എന്നാണ് അർത്ഥം. ഉൽജിൻ വായിക്കുന്നത് ശ്രദ്ധിക്കുക. ഉൽജിൻ. മുസ്ലിഹുദ്ദീൻ കാ സാരാ ദിൻ ഉസി ഉൽജിൻ മേ ഗുസറ. മുസ്ലിഹുദ്ദീൻ്റെ എല്ലാ ദിവസവും ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയിൽ കഴിഞ്ഞു പോയി. രാത് കോ ജബ് വോ സോനെ കെ ലിയെ ലേട്ട. രാത്രി അവൻ ഉറങ്ങാൻ കിടന്നാൽ, സോന എന്ന് പറഞ്ഞാൽ ഉറങ്ങുക, ലേട്ടിന എന്ന് പറഞ്ഞാൽ കിടക്കുക. ജബ് വോ സോനെ കെ ലിയെ ലേട്ട, അവൻ രാത്രി ഉറങ്ങാൻ കടന്നാൽ, ലേട്ടാത്തോ ഉസെ നീന്ത് നെ ആയേ, അവൻക്ക് ഉറക്കം വരികയില്ല. നീന്ത് എന്ന് പറഞ്ഞാൽ ഉറക്കം, നീന്ത് നെ ആയേ, ഉറക്കം വരികയില്ല. ഓ ബഹുത്ത് ദേർ തക് കറുവട്ടയം ബദൽത്ത ഓർ സോച്ചിത്ത രഹ. ദേർ എന്ന് പറഞ്ഞാൽ സമയം, കറുവട്ട് ബദൽന എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു കിടക്കുക, മറിഞ്ഞു കിടക്കുക എന്നൊക്കെയാണ് അർത്ഥം. കറുവട്ട് ബദൽന. ഓ ബഹുത്ത് ദേർ, അവൻ ധാരാളം സമയം, കറുവട്ടയം ബദൽത്ത തിരിഞ്ഞു കടന്നു, ഓർ സോച്ചിത്ത രഹ ചിന്തിച്ചു, കെ ഖുദാനെ ഇസെ ഒരീ ക്യോം ബനായ, അള്ളാഹു സുബ്ഹാനഹു തആല ഈ പാവങ്ങളെ എന്തിനാണ് പടച്ചത്? തോടി ദർമേം ഉസെ നീന്താകി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൻക്ക് ഉറക്കം വന്നു. ഉസ്നെ ഖാബ് മേം ദേക്ക, അവൻ സ്വപ്നത്തിൽ കണ്ടു, കെ അചാനക് കമരേക്ക ദർവാസ ഗുല, പെട്ടെന്ന് ആ റൂമിൻ്റെ വാതിൽ തുറന്നു. അചാനക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, കമര എന്ന് പറഞ്ഞാൽ റൂം, ദർവാസ എന്ന് പറഞ്ഞാൽ വാതിൽ. അചാനക് കമരേക്ക ദർവാസ ഗുല, പെട്ടെന്ന് ആ റൂമിൻ്റെ വാതിൽ തുറന്നു. ഉസെ ഐസ ലഗ, അവൻക്ക് ഇങ്ങനെ തോന്നി, ജയ്സെ കോയി അന്തർ ദാഹിൽ ഹുവാ ഹെ, ആരോ അകത്ത് പ്രവേശിച്ചിട്ടുണ്ട് എന്ന് അവനക്ക് തോന്നി. ഓ കോയി ഔർ നെഹി ഏക് ഫരിസ്താത്ത, അതാരുമായിരുന്നില്ല, ഏക് ഫരിസ്താത്ത, ഒരു മലക്കായിരുന്നു. ഫരിസ്ത എന്ന് പറഞ്ഞാൽ മലക്ക് അല്ലെങ്കിൽ മാലാക എന്നൊക്കെ അർത്ഥം. ഉസ്നെ മുസ്ലിഹുദ്ദീൻ സെ കാ, ആ മലക്ക്, ആ മാലാക മുസ്ലിഹുദ്ദീനോട് പറഞ്ഞു, ആവോ മേരെ സാത്ത്, എൻ്റെ കൂടെ വരൂ. ഇതെല്ലാം നിങ്ങൾ നിത്യം ഉപയോഗിക്കണം. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അനിയനോട് പറയാണ്, ആവോ മേരെ സാത്ത്, എൻ്റെ കൂടെ വരൂ. ഇതെല്ലാം നിങ്ങൾ നിത്യം നിങ്ങളുടെ വാക്കുകളായി ഉപയോഗിക്കുക. ആവോ മേരെ സാത്ത്, എൻ്റെ കൂടെ വരൂ. മേം തുമേം ഏക് ഐസി ദുന്യ ദിക്കാവും, നിനക്ക് ഞാൻ ഇങ്ങനെയുള്ളൊരു ലോകം കാണിച്ചു തരാം. ജഹാം തുമേം അപ്നി സാരേ സവാലോം കോ ജവാബ് മിൽ ജായേഗ, അവിടെ നിനക്ക് നിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കും. മിൽജാന എന്ന് പറഞ്ഞാൽ ലഭിക്കുക, സവാൽ എന്ന് പറഞ്ഞാൽ ചോദ്യം, ജവാബ് ഉത്തരം നിങ്ങൾക്ക് അറിയാം. ഫിർ തുമേം കോയി ഷിക്കായത്ത് ഹി നഹി നെ രഹി നഹി രഹെങ്കി, പിന്നെ നിനക്ക് എന്തുണ്ടാവില്ല, യാതൊരു പരിഭവം അല്ലെങ്കിൽ യാതൊരു ആവലാതിയും ഉണ്ടാവുകയില്ല. ഫിർ തുമേം, പിന്നെ നിനക്ക് കോയി ഷിക്കായത്ത്, യാതൊരു പരിഭവം അല്ലെങ്കിൽ യാതൊരു ആവലാതിയും, നെ രഹെങ്കി, ഉണ്ടാവുകയില്ല. മുസ്ലിഹുദ്ദീൻ കോ ഔർ കിയ ചാഹിയേത്ത, മുസ്ലിഹുദ്ദീൻക്ക് എന്തുണ്ടായിരുന്നു, ഔർ കിയ എന്ന് പറഞ്ഞാൽ ഒരു ഉറപ്പ് ചാഹിയേത്ത, ആവശ്യമായിരുന്നു. മുസ്ലിഹുദ്ദീന് ഈ കാര്യങ്ങളിലൊക്കെ ഒരു ഉറപ്പ്, ഔർ കിയ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ഔർ കിയ എന്ന് പറഞ്ഞാൽ ഉറപ്പ് ആവശ്യമായിരുന്നു. വോ ഖുഷി ഉട, അവന് സന്തോഷത്തോടെ എഴുന്നേറ്റു. ഒരു ഫരിസ്തേക്ക് പീച്ചെ ചലനയിലേക്ക്, അങ്ങനെ ആ മാലാകയുടെ പിറകെ
പോവാൻ തുടങ്ങി, നടക്കാൻ തുടങ്ങി. കെ പീച്ചറിന് പിറകെ ചലനേലക നടക്കാൻ തുടങ്ങി. ഏക്ക് മക്കാം പർ പഹൂഞ്ച് കർ ഒരു സ്ഥലത്തെത്തിയിട്ട്, പഹൂഞ്ചിന എന്ന് പറഞ്ഞ എത്തുക. ഏക്ക് മക്കാം പർ പഹൂഞ്ച് കർ ഒരു സ്ഥലത്തെത്തിയിട്ട് വോ രുക് ഗയ അവർ നിന്നു. രുക്കിന അല്ലെങ്കിൽ രുക്ക് ജാന എന്ന് പറഞ്ഞാൽ നിൽക്കുക. വോ രുക് ഗയ അവർ നിന്നു. ഉസ്നെ ദേക്ക അവൻ നോക്കിക്കെ തീൻ ആദമി സജദാമേം ഗിഡ് ഗിഡാ രഹേ ഹേ 3 ആളുകൾ ഇങ്ങനെ സുജൂദിൽ കടന്ന് എന്ത് ചെയ്യുന്നു? ഗിഡ് ഗിഡാന എന്ന് പറഞ്ഞാൽ പൊട്ടിക്കരയുക. ശ്രദ്ധിക്കുക, നല്ല പദമാണ്, പുതിയ പദമാണ്. ഗിഡ് ഗിഡാന പൊട്ടിക്കരയുക. അപ്പോൾ 3 ആളുകൾ സുജൂദിൽ കടന്ന് ഗിഡ് ഗിഡാ രഹേ ഹേ പൊട്ടിക്കരയുന്നു. ഉന്മേം സെ ഏക്ക് അന്താത്ത അവരിൽ ഒരു അന്ധനായ മനുഷ്യനുണ്ടായിരുന്നു. അന്ധ എന്ന് പറഞ്ഞാൽ അന്ധൻ. അവരിൽ ഒരു അന്ധൻ ഉണ്ടായിരുന്നു. ഓ ദുആ കർ രഹാത്ത അവൻ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. യാ അല്ലാ മുജെ കുച്ച് നഹി ചാഹിയേ എനിക്കൊന്നും ആവശ്യമില്ല. ഇതെല്ലാം നിങ്ങൾ ഉപയോഗിക്കണം കേട്ടോ. നിങ്ങൾ ജുംലയിൽ ഉപയോഗിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പറയണം മുജെ കുച്ച് നഹി ചാഹിയേ എനിക്കൊന്നും ആവശ്യമില്ല. തോ മേരി സാരി ദൗലത്ത് ലേലേ നീ എൻ്റെ എല്ലാ സമ്പത്തും എടുത്തോളൂ. ഓർ മുജെ ആംഗേം ദേ എന്നിട്ട് നീ എനിക്ക് എന്ത് തരണം? എൻ്റെ കണ്ണുകൾ തരൂ എന്നാണ് ആ അന്ധൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 3 പേരുണ്ട്, അതിൽ ഒരാൾ അന്ധനാണ്. അന്ധ എന്ന് പറഞ്ഞാൽ അന്ധനാണ്. ഓ ദുആ കരഹാത്ത അങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാ അല്ലാ മുജെ കുച്ച് നഹി ചാഹി എനിക്കൊന്നും ആവശ്യമില്ല. തോ മേരി സാരി ദൗലത്ത് ലേലേ എൻ്റെ എല്ലാ സമ്പത്തും അല്ലാ നീ എടുത്തോ. ഓർ മുജെ ആംഗേം ദേ എനിക്ക് എന്ത് തരൂ? കണ്ണ് തരൂ എന്ന് അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാ ഇന്ന് ഇത്ര എടുക്കുന്നുള്ളൂ. ഇനി അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.